Hi friends, welcome back to our channel. ഇന്ന് നമ്മൾ ടയർ യൂസ് ചെയ്തിട്ടുള്ള ഒരു DIY ആയിട്ടാണ് വന്നിരിക്കുന്നത്. ടയറിന് നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോം ഡെക്കർ ആണ് നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. നമ്മൾ സിമന്റ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സിമന്റ് ഒക്കെ സെറ്റ് ആവാൻ ഒരു ടൈം എടുക്കുമല്ലോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ്, കുറച്ച് ടൈമിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ടയർ യൂസ് ചെയ്തിട്ട് നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ താമര അല്ലെങ്കിൽ ആമ്പലൊക്കെ നടാനുള്ളൊരു പോട്ട്, പിന്നീട് വാട്ടർ ഫൗണ്ടെയിൻ, മിനിയേച്ചർ ഗാർഡൻ, അങ്ങനെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്കിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ടൈം കിട്ടുകയാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ടയർ വന്നിട്ട് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ വെറുതെ കളയുന്നതിന് പകരം അത് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തെടുക്കുന്നതല്ലേ നല്ലത്. ടയർ വല്ലതും കിട്ടുകയാണെങ്കിൽ ഒന്നും കളയേണ്ട, നമുക്കിതുപോലെ ഇഷ്ടംപോലെ ഹോം ഡെക്കർ ഐറ്റംസ് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് മനസ്സിലാവത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോസ്, ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടയറിൻ്റെ ഡസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിത് ചെയ്യാൻ വേണ്ടി ചെറിയ ടയറാണ് ആവശ്യം, അതുകൊണ്ട് തന്നെ സ്കൂട്ടറിൻ്റെ ടയറാണ് എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റ് വേണം. അപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിന് പകരം ഞാനിവിടെ ടേബിൾ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് സിമൻറ്റ് വന്നിട്ട് തറയിൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഷീറ്റ് ഇതുപോലെ താഴെ വിരിച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ടയർ വെച്ചിട്ട് വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി നെക്സ്റ്റ് നമ്മൾ കുറച്ച് സിമൻറ്റ് എടുക്കുക. സിമൻറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ മണ്ണൊന്നും യൂസ് ചെയ്യുന്നില്ല, സിമൻറ്റും വെള്ളവും മാത്രമാണ്. സിമൻറ്റും വെള്ളവും മാത്രം മിക്സ് ചെയ്തിട്ട് നല്ല ലൂസായിട്ടും വേണ്ട, എന്നാൽ നല്ല തിക്നെസ്സും വേണ്ട, ആ ഒരു രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ പഴയൊരു ക്ലോത്ത് എടുക്കണം. ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിലൊന്ന് നനച്ചെടുക്കണം. ഇനി ഈ ഒരു ക്ലോത്ത് വന്നിട്ട് നമ്മുടെ ആ സിമൻറ്റ് ഫുൾ ആ ക്ലോത്തിൽ പറ്റുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ക്ലോത്ത് ഫുൾ സിമൻറ്റ് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് ആ ഒരു ഷീറ്റിൻ്റെ പുറത്ത് നമുക്ക് വിരിച്ചിട്ട് കൊടുക്കാം. വിരിച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ടയർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ക്ലോത്ത് വന്നിട്ട് മാക്സിമം നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ഇതുപോലെ അകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ. ടയറിൻ്റെ സൈഡിൽ വന്നിട്ട് നമ്മൾ ഇതുപോലെ ചുളുങ്ങിയിരിക്കുന്ന ഒരു ടെക്സ്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ടയറിൻ്റെ ബേസിൽ വന്നിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം തുണി ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുക്കാൻ. ഇത് വന്നിട്ട് ചെറിയ ഹോൾസുള്ള മെഷാണ്. ഇത് വന്നിട്ട് നമ്മൾ ടയറിനകത്തോട്ടൊന്ന് വെച്ച് കൊടുക്കണം.
നെക്സ്റ്റ് നമ്മൾ സിമൻറ്റ് എടുക്കുന്നുണ്ട്. സിമൻറ്റും അതുപോലെ തന്നെ മണ്ണ് പിന്നെ വെള്ളം ഈ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ടയറിനകത്തുനിന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. സിമൻറ്റ് മിക്സ് ചെയ്യുന്ന മണ്ണുണ്ടല്ലോ, അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നോർമൽ മണ്ണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം സിമൻറ്റ് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ സിമൻറ്റ് യൂസ് ചെയ്തത് 4 കിലോ ആണ്. ഇനി ആ മെഷീനകത്തോട്ട് സിമൻറ്റൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഒരു ലെയർ സിമൻറ്റും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്തല്ലോ, ക്ലോത്തിന് വേണ്ടിയിട്ട് എടുത്തല്ലോ, അതുപോലെ സിമൻറ്റും വെള്ളവും മാത്രം മിക്സ് ചെയ്തിട്ട് ആ ഒരു ക്ലോത്തിൽ ഒരു ലെയറും കൂടി നമ്മളൊന്ന് സിമൻറ്റ് അടിച്ചു കൊടുക്കണം. ഇത് വന്നിട്ട് PVC പൈപ്പാണ്. 26 ഇഞ്ചിൻ്റെ 3 പൈപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 3 പൈപ്പ് നമ്മൾ ഇതുപോലെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പ് വന്നിട്ട് ചരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ വെയിറ്റ് ആയിട്ട് ഇതുപോലെ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഇത് വന്നിട്ട് ഒരു ദിവസം ഫുള്ള് നമ്മൾ സെറ്റാകാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി ഇത് സെറ്റായതിന് ശേഷം ഇത് സൈഡിലുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളത് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം വന്നിട്ട് നമ്മൾ ഉണങ്ങുന്നതിനനുസരിച്ച് 1-2 പ്രാവശ്യം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ടയറൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇതുപോലെ ഇളകി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലെയറിൽ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ നമ്മൾ അടിച്ചതുപോലെ ഒരു ലെയറും കൂടി നമ്മൾ സിമൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. ഇനി ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. സിമൻറ്റും വെള്ളവും മാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നെക്സ്റ്റ് നമുക്ക് ഇമൽഷൻ പെയിൻ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ട് നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം പിന്നീട് അടുത്ത കോട്ട് അടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വന്നിട്ട് 3 കോട്ടാണ് ടോട്ടൽ അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ PVC പൈപ്പിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. പൈപ്പിൽ വന്നിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഫുൾ വൈറ്റ് കളറൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലെഗിന് നമ്മൾ കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ബേസ് അടിച്ചായിരുന്നല്ലോ, അതിൻ്റെ പുറത്ത് അക്രൈലിക് പെയിൻറ്റ് അടിക്കണം. അക്രൈലിക് പെയിൻറ്റ് വന്നിട്ട് ബേൺസാനിയ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ മ്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണിത്.
കറക്റ്റ് ഒരു വുഡിൻ്റെ ആ ഒരു കളറുമായിട്ട് മാച്ചിങ് ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ നമ്മളുടെ വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വർക്കിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റൂളിൻ്റെ ലെഗൊക്കെ വന്നിട്ട് ശരിക്കും PVC പൈപ്പാണെന്നേ പറയത്തില്ല. ശരി, ഒരു റിയൽ വുഡ് എങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഷെയ്ഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു DIY ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.